ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ എങ്ങനെയാണ് ടീച്ചിങ് ജോബ് കിട്ടിയത്, ഇവിടെ ടീച്ചർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് വേണോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പലരും ചോദിക്കുന്നത് ഒരേ സംശയങ്ങൾ തന്നെയാണ്. സോ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു വീഡിയോ ചെയ്യുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം, അതിനുള്ള ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഐ കംപ്ലീറ്റഡ് BTech കമ്പ്യൂട്ടർ സയൻസ്, ക്യാൻ ഐ ഗെറ്റ് എ ജോബ് ഇൻ UAE സ്കൂൾ? യെസ്, നിങ്ങൾ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനും ഒരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറാണ്. എനിക്കും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്, അല്ലാതെ BEdോ അല്ലെങ്കിൽ ടീച്ചിങ് ഡിഗ്രിയോ ഒന്നും ഇല്ല. സോ നിങ്ങൾക്ക് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ വേക്കൻസി വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു നോളജും എക്സ്പീരിയൻസും വെച്ചുള്ള കാര്യങ്ങളാണ്. ഇതിൽ സ്കൂളുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ എമിറേറ്റ്സ് അനുസരിച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ടൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അത് അതോറിറ്റിയുടെയൊക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ അതിൽ തെറ്റുകളും വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഹായ്, മേ ഐ നോ അബൌട്ട് എനി വേക്കൻസി ഫോർ ടീച്ചിങ് ഫോർ ഫ്രഷർ? എനിക്കറിയുന്ന സ്കൂളുകളിലും അതേപോലെ ഞാൻ ഫോളോ ചെയ്യുന്ന സ്കൂൾ പേജസിലൊക്കെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ അത് ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. സോ അത് ഫോളോ ചെയ്യുക, അപ്പോൾ എന്തെങ്കിലും വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ടീച്ചർ അസിസ്റ്റൻറ്റ് വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ? ടീച്ചർ അസിസ്റ്റൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ശരിക്കും ടീച്ചർ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് BEd തന്നെയാണ്. പക്ഷേ പല സ്കൂളുകളും ഡിഗ്രിയൊക്കെ ഉള്ളവരെ ടീച്ചർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് ഹയർ ചെയ്യാറുണ്ട്. മീൻസ് ഓരോ സ്കൂളുകളും അതേപോലെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ അനുസരിച്ച് ടീച്ചർ അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷനിലും ഡിഫറൻസ് കാണുന്നുണ്ട്. ചിലവർ BEd നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്, ചിലവർ ഡിഗ്രി ഉള്ളവരെയൊക്കെ ടീച്ചർ അസിസ്റ്റൻ്റായിട്ട് എടുത്തിട്ടുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ആർ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈസ് റിക്വയർഡ് ടു ബിക്കം എ ടീച്ചർ ഇൻ UAE എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാരണം ടീച്ചർ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ നോളജ് അവർക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഉള്ളൊരു സ്കില്ല് വേണം. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും ഡെമോൻ്റെ ടൈമിലൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ നോക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: IT ടീച്ചർ ആവാൻ BEd വേണോ എക്സ്പീരിയൻസ് വേണോ എന്നുള്ളതാണ്. IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടീച്ചർ ആവാൻ BEd നിർബന്ധമില്ല. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്പീരിയൻസ് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ അത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ എത്രത്തോളം ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്നു, നമ്മുടെ ഡെമോ ക്ലാസ് എത്രത്തോളം നന്നാവുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡേ കെയർ വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഡേ കെയർ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. കുട്ടികളെ നോക്കാനും കുട്ടികളായിട്ട് ഇടപഴകാൻ കഴിവുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ ഡേ കെയർ ജോബിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഇങ്ങനൊരു ക്വാളിഫിക്കേഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: സെൻ ടീച്ചറിൻ്റെ വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയുന്ന സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേജിൽ അത് ഷെയർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ മെനി ഇയേഴ്സ് ഓഫ് ഹോം കൺട്രി എക്സ്പീരിയൻസ് ഡു യു ഹാവ്, വിൽ ദേ ഹയർ ഫ്രഷേഴ്സ് എന്നുള്ളതാണ്. എനിക്ക് ഹോം കൺട്രി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ ക്ലാസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക്കലി ഞാനൊരു എൻജിനീയറാണ്. എന്നാൽ പോലും ഞാൻ നമ്മുടെ നാട്ടിൽ PSC KTET പോലത്തെ കോച്ചിങ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി അത് മാത്രമാണുള്ളത്. പക്ഷേ അത് ഡിഫറെൻ്റ് ആണ്. KTET PSC എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്കാണ് ക്ലാസ് എടുക്കുന്നത്, സ്കൂളുകളിൽ കുഞ്ഞു മക്കളായിരിക്കും ഉണ്ടായിരിക്കാം. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് വരുന്നത്. എനിവേ എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിൽ ദേ ഹയർ ഫ്രഷേഴ്സ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സ്കൂളുകളിൽ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ്, അത്രയേ ഉള്ളൂ. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ടു അപ്ലൈ? നിങ്ങൾക്ക് സ്കൂൾ വെബ്സൈറ്റ്സിൽ പോയിട്ട് അവിടെ നമ്മുടെ CV അപ്ലോഡ് ആക്കാനും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ വെബ്സൈറ്റിന് HR-ൻ്റെ മെയിൽ ID കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ CV മെയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
CV ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം സ്കൂളുകളിൽ വേക്കൻസി വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വേക്കൻസി വരുന്നത് നമ്മൾ അറിയുന്നത് ഒന്നെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ പോസ്റ്റ് ചെയ്യും. അന്നേരം നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ്സ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ആൻ അസിസ്റ്റൻറ്റ് ടീച്ചർ ജോബ് ഇൻ ദ UAE. നൗ ഐ ആം ഇൻ കേരള, ഈസ് ഇറ്റ് പോസിബിൾ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടെ വേക്കൻസി ഒക്കെ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിങ്ക്ഡിൻ വഴിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അന്നേരം നമുക്ക് അപ്ലൈ ചെയ്യാം. ചില സ്കൂളുകളിലൊക്കെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വളരെ കുറവാണ്. ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ്ലൈനായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നൊരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ജോബ് കിട്ടാൻ ഒന്നും കൂടെ ചാൻസ് കൂടുതൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഹാവ് ഡൺ മൈ BEd ഇൻ 2024. ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്. ഫ്രഷർ ആയതുകൊണ്ട് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. വേക്കൻസി വരുന്ന ടൈമിൽ മിക്കവാറും സ്കൂൾ ഓപ്പൺ ആവുന്ന ടൈമിൽ റീ ഓപ്പൺ ആവുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെ ആയിരിക്കും അധികം ഹയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേക്കൻസി വരുന്ന സമയത്ത് നമ്മുടെ CV അവിടെ കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് കോൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ സ്കൂളുകളിൽ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, IELTS ഈസ് മാൻഡറ്ററി ഫോർ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്. അതും സ്കൂളുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്കൂളുകളിൽ നിർബന്ധം പറയുന്നുണ്ട്, ചില സ്കൂളുകളിൽ ജസ്റ്റ് BEd ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ടീച്ചറായിട്ട് എടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹായ് മാം, ഏത് സ്കൂളാണ്, ഏത് സബ്ജക്റ്റാണ്? ഞാൻ ഈ മന്ത് ലാസ്റ്റ് ഫുജറ വരും. PG BEd ആണ്, ഫ്രഷർ. ഓക്കെ, ഞാനിവിടെ അജ്മാനിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നത്. PG + BEd ആണുള്ളത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സ്കൂളിൽ ടീച്ചിങ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷറാണ് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഡെമോൻ്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോബ് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ MSW ഗ്രാജുവേറ്റ്സ് ഇൻ സ്കൂൾ സെറ്റിംഗ്. ചില സ്കൂളുകളിലുണ്ട് കേട്ടോ സോഷ്യൽ വർക്കർ പോസ്റ്റിലോട്ട്. ചില സ്കൂളുകളിൽ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി എല്ലാ സ്കൂളുകളിലും അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടില്ല. ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കും. എങ്കിലും കുറേ സ്കൂളുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ PG എക്കണോമിക്സ് ആണ്. ജോബ് കിട്ടാൻ പോസിബിൾ ആണോ? എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമോ എന്നുള്ളതാണ്. PG എക്കണോമിക്സ് ആണ്. സ്കൂളിൽ ടീച്ചറായിട്ട് കയറാൻ വേണ്ടി BEd ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ബെറ്റർ ആയിരിക്കും. BEd ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ടീച്ചിങ് ജോബ് മാത്രം നോക്കി നിൽക്കാതെ വേറെ നിങ്ങളുടെ ഫീൽഡിലുള്ള ജോബിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു ടേക്ക് ഡെമോ ലെസൺ ആൻഡ് പ്രിപ്പയർ ഡെമോ LP. ഡെമോ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയവും അതേപോലെ സ്കൂളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് അവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല. സ്കൂള് റീഓപ്പൺ ആയിട്ട് സ്റ്റുഡൻസ് വരുന്നതിന് മുന്നുള്ള ടൈമിലാണ് പോയത്. സോ എനിക്ക് സ്റ്റുഡൻസിനെ മുന്നിൽ വെച്ചിട്ട് ഡെമോ എടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ഉള്ള സമയത്താണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തന്നിട്ട് സ്റ്റുഡൻസിന് വേണ്ടി ഡെമോ എടുപ്പിക്കുന്നുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതത് സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സോ HOD ഒക്കെ നമുക്കൊരു സബ്ജക്റ്റ് തരും. അത് വെച്ച് നമ്മൾ ഡെമോ എടുത്ത് കൊടുക്കുകയായിരിക്കും വേണ്ടി വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് BEd ഈസ് കമ്പൽസറി ഫോർ ഗെറ്റിംഗ് എ ടീച്ചിങ് ജോബ് ഇൻ UAE. ഈ ഒരു ക്വസ്റ്റ്യന് ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ഒക്കെ കിട്ടിയ അറിവ് വെച്ച് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ BEd കമ്പൽസറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ഓർ PG ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഈസ് ബെറ്റർ. ഇതിൽ PG ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ KG ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മോണ്ടിസോറിയാണ്. സോ മോണ്ടിസോറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് KG ടീച്ചർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് BEd കമ്പൽസറി ഫോർ കെമിസ്ട്രി ടീച്ചർ? യെസ്, കമ്പൽസറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചറായി കയറാൻ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുന്നേ എൻ്റെയും വലിയൊരു ടെൻഷനായിരുന്നു അത്. കാരണം ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് പേടിയുള്ളൊരു ലാംഗ്വേജാണ്. അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും പേടിയുള്ള ലാംഗ്വേജ് എന്ന് വേണം പറയാൻ. ഇതിനൊരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം അങ്ങനെയല്ല, നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേണ്ടത്.
ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. സോ നമ്മുടെ സബ്ജക്റ്റ് ഏതായാലും ത്രൂ ഇംഗ്ലീഷ് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു കഴിവ് വേണം. പിന്നെ അതേപോലെ ഇൻ്റർവ്യൂവിനായാലും ഡെമോക്കായാലും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പേടി കൂടാതെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വളരെയധികം പേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇവിടെ കയറിയതിന് ശേഷം എനിക്ക് കുറേ നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ അടുത്തു നിന്നായാലും കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നായാലും ഒക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡെമോ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇൻ്റർവ്യൂവിന് ആദ്യം കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചും ചോദിക്കുന്നതായിരിക്കും. നമ്മൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്, അതേപോലെ ഏത് ലെവലിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ബേസ് ആക്കിയിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരേപോലെയുള്ളതെന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ അഗൈൻ പറയുകയാണ്, എൻ്റെ ഒരു അറിവും അതേപോലെ എക്സ്പീരിയൻസും ചെറിയൊരു കാലയളവിലെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ഇതന്നെയാണ് ഇതില്ലെങ്കിൽ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു റിപ്ലൈ ആണ് അങ്ങനെയൊന്നും കരുതരുത്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ തന്നെ അറിയാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ജോബ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, എന്തൊക്കെ അറ്റസ്റ്റേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എനിവേ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസും നോളജൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചതിനുള്ള ആൻസേഴ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യും. അറിയാത്ത കാര്യങ്ങൾ ഞാൻ അതേപോലെ എവിടെയെങ്കിലുമൊക്കെ റെഫർ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഒരുപാട് പേര് ടീച്ചർ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്രഷറാണ്, എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞ് ഒന്നും പിന്നോട്ട് വെക്കരുത്. നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ജോബ് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോബ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.